Hi dear friends, welcome back to Dhanya's classroom. It's me Dhanya. Today we are going to discuss our 6th chapter, title of our chapter that is Understanding of Maps. First page of your textbook includes the account of sea voyages of some eminent travelers of different period. വ്യത്യസ്ത കാലഘട്ടത്തിൽ കടൽ യാത്ര നടത്തിയ ചില ട്രാവലേഴ്സിൻ്റെ വിവരണങ്ങളാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് പേഴ്സണാലിറ്റി ദാറ്റ് ഈസ് ക്രിസ്റ്റഫർ കൊളംബസ്. Christopher Columbus was born in the Republic of Genoa, presently northwestern Italy, in 15th century. He was a well-known sailor and explorer. He came to know about the natural resources of India and he started his first voyage in search of India through the Atlantic Ocean in 1492 AD. ക്രിസ്റ്റഫർ കൊളംബസ് റിപ്പബ്ലിക് ഓഫ് ജനോവ എന്ന് വെച്ചാൽ ഇറ്റലിയുടെ ഭാഗമാണ്. 15-ാം നൂറ്റാണ്ടിൽ ജനിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള സെയിലറും എക്സ്പ്ലോററുമാണ്. എങ്ങനെയോ അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് അറിയാനിടയാവുകയും അറ്റ്ലാന്റിക് സമുദ്രം വഴി ഇന്ത്യയിലേക്ക് അദ്ദേഹം യാത്ര ആരംഭിക്കുകയും ചെയ്യാണ് 1492 AD. In order to know the route, Columbus and his team traveled with a large leather-wrapped globe on which places were marked. ഇന്നാണെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആക്യുറേറ്റ് ഉള്ള പല മെഷേഴ്സും ഉണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയേക്കാം, അതല്ലെങ്കിൽ ഭൂപടത്തിൽ നോക്കിയേക്കാം. അങ്ങനെ ഒരുപാട് നമ്മൾക്ക് എക്യുപ്മെൻറ്റ്സ് നമ്മളുടെ കയ്യിലുണ്ട്. എന്നാൽ അന്നത്തെ കാലത്ത് റൂട്ട് അറിയാനുള്ള മാർഗ്ഗമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം കൊളംബസും അദ്ദേഹത്തിൻ്റെ ടീമും ഒരു വലിയ ഗ്ലോബാണ് കയ്യിൽ വെക്കുന്നത്, പ്ലേസസ് മാർക്ക് ചെയ്തിട്ടുള്ള. ദേ ആൾസോ യൂസ്ഡ് അനദർ സച്ച് സ്പിയർ ടു മാർക്ക് ദി ലൊക്കേഷൻ ഓഫ് സ്റ്റാർസ്. നക്ഷത്രങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു ഗോളവും അവരുപയോഗിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർ കൊളംബസ് ലോസ്റ്റ് ഹിസ് റൂട്ട് ആൻഡ് റീച്ച്ഡ് സം ഐലൻഡ്സ് നിയർ ദി നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റ്. കഷ്ടം, എന്താ ഉണ്ടായേ? കൊളംബസിന് വഴിതെറ്റിയിട്ട് അവരെത്തിച്ചേരുന്നത് നോർത്ത് അമേരിക്കയിലെ ചില ദ്വീപ സമൂഹങ്ങളിലാണ്. ദിസ് വാസ് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ആക്യുറേറ്റ് മാപ്പ് ആൻഡ് അതർ നാവിഗേഷണൽ എയ്ഡ്സ്. എന്തുകൊണ്ടാണ് വഴി തെറ്റിയത്? ബിക്കോസ് ഡ്യൂറിങ് ദറ്റ് ടൈം ഇൻ ദെയർ ഹാൻഡ് നോ ആക്യുറേറ്റ് മാപ്സ് ആൻഡ് അതർ നാവിഗേഷണൽ എയ്ഡ്സ് ആർ നോട്ട് ദർ. അവരുടെ കയ്യിൽ എന്തുണ്ടായില്ല? ആക്യുറേറ്റ് ആയിട്ടുള്ള മാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ത്യ എന്ന് കരുതി അവരെത്തിച്ചേർന്നത് എവിടെയാണ്? നോർത്ത് അമേരിക്കയിലെ ചില ദ്വീപ സമൂഹങ്ങളിലാണ് എത്തിച്ചേർന്നത്. നെക്സ്റ്റ് പേഴ്സണാലിറ്റി ഫെർഡിനാൻഡ് മെഗല്ലൻ. Ferdinand Magellan was born in the 16th century in northern Portugal in Europe. നിങ്ങൾക്കറിയാം മെഗല്ലനെ കുറിച്ച്. ഭൂമി സർക്കം നാവിഗേറ്റ് ചെയ്ത എന്നുവെച്ചാൽ ചുറ്റി സഞ്ചരിച്ച വ്യക്തിയാണ് മെഗല്ലൻ. ജനിച്ചത് 16-ാം നൂറ്റാണ്ടിൽ നോർത്തേൺ പോർച്ചുഗലിൽ. With an unquenchable quest to travel around the world, the Portuguese explorer Magellan and his team started their voyage from Europe in September 1519. ലോകം ചുറ്റി സഞ്ചരിക്കുക എന്ന അടങ്ങാത്ത മോഹം കാരണം 1519 സെപ്റ്റംബറിൽ മെഗല്ലനും അദ്ദേഹത്തിൻ്റെ ടീമും യാത്ര ആരംഭിക്കുകയാണ്. Their aim was to travel through the Atlantic Ocean and the Pacific Ocean and to return to Europe. അറ്റ്ലാന്റിക്കിലൂടെ സഞ്ചരിച്ച് പസഫിക് സമുദ്രം പിന്നിട്ട് യൂറോപ്പിൽ തിരിച്ചെത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. They used maps prepared in the 16th century to know the exact location of continents. When the journey prolonged for years, discontent arose among them. അങ്ങനെ അവരുടെ കയ്യിലുണ്ടായിരുന്നത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കോണ്ടിനെൻറ്റ്സ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള മാപ്പായിരുന്നു. എന്നാൽ യാത്ര നീണ്ടുപോയി. അതോടുകൂടി അവർക്കിടയിൽ കലഹങ്ങൾ ആരംഭിക്കുകയാണ്. When they reached the Philippine Island in Pacific Ocean, they had a war with the inhabitants of Mactan Island and Magellan was killed in the war. ഫിലിപ്പൈൻ ഐലൻഡിലെത്തി അവിടെ ഉണ്ടായിരുന്ന മെക്ടാൻ ഐലൻഡ് നിവാസികളുമായി അവരൊരു യുദ്ധത്തിലേർപ്പെടുകയാണ്. ആ യുദ്ധത്തിൽ മെഗല്ലൻ കൊല്ലപ്പെടുകയാണ്. Those who survived returned to Europe in September 1522. In an age when there were no detailed map or other facilities to know the exact route, it took 3 years for them to travel around the world. അങ്ങനെ ബാക്കിയുണ്ടായിരുന്ന ആളുകൾ 1522 സെപ്റ്റംബറിൽ യൂറോപ്പിൽ തിരിച്ചെത്താണ്. അന്നത്തെ കാലഘട്ടത്തിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള മാപ്പോ ഒന്നുമില്ലായിരുന്നെങ്കിൽ പോലും 3 വർഷമെടുത്തു അവർ ഈ യാത്ര പൂർത്തിയാക്കാൻ വേണ്ടി.
Next personality, Lieutenant Commander Abhilash Tomi. The Indian sailor Abhilash Tomi was born at Tripunithura in the Ernakulam district of Kerala. He set out on a sea voyage around the world from Mumbai in November 2012. ഇന്ത്യക്കാരനാണ് നമ്മളുടെ കേരളത്തിൽ തൃപ്പൂണിത്തറയിൽ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിൽ ജനിച്ച അഭിലാഷ് ടോമി ഇന്ത്യൻ സെയിലറാണ്. 2012 നവംബറിൽ മുംബൈയിൽ നിന്നാണ് ലോകം ചുറ്റി സഞ്ചരിക്കുന്നത് ആരംഭിക്കുന്നത്. Overcoming many challenges en route, he travelled around the world and returning to the shores of Mumbai on 31st March 2013. ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും വളരെ പെട്ടെന്ന് മാർച്ച് 31, 2013 അദ്ദേഹം മുംബൈ തീരത്ത് തിരിച്ചെത്താണ്. ഇറ്റ് വാസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആക്യുറേറ്റ് മാപ്സ് ആൻഡ് അതർ മോഡേൺ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ഹി കുഡ് കംപ്ലീറ്റ് ഹിസ് ജേർണി അറൗണ്ട് ദ വേൾഡ് ഇൻ അബൌട്ട് 150 days വിത്തൗട്ട് ലോസിങ് ഹിസ് വേ. എന്ന് വെച്ചാലേ ഒരുപാട് ആധുനിക ഉപകരണങ്ങൾ കൊണ്ടും ആക്യുറേറ്റ് ആയിട്ടുള്ള മാപ്പും ഉപയോഗിച്ചാണ് നമ്മുടെ അഭിലാഷ് ടോമി യാത്ര ചെയ്തത്. വെറും 150 ദിവസമാണ് ലോകം ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടി അഭിലാഷ് ടോമി എടുത്തത്. എന്നാൽ മെഗല്ലനോ ആക്യുറേറ്റ് മാപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് മെഗല്ലനും അദ്ദേഹത്തിൻ്റെ ടീം 3 വർഷമാണ് വേൾഡ് സർക്കം നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം ആക്യുറേറ്റ് മാപ്സ് ആർ എസെൻഷ്യൽ ടു ട്രാവൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ഇമ്പോർട്ടൻസ് ഓഫ് മാപ്സ്, ദാറ്റ് ഈസ് അവർ ടോപ്പിക്. മാപ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ഫോർ ജിയോഗ്രഫേഴ്സ്. മാപ്പ് എന്ന് പറയുന്നത് ജിയോഗ്രഫേഴ്സിന്, ഭൂമിശാസ്ത്രജ്ഞർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. ദെൻ ബിഫോർ ദറ്റ് ഐ ആസ്ക് ഈ ക്വസ്റ്റ്യൻ ഫോർ യു, വാട്ട് ഈസ് എ മാപ്പ്? എന്താണ് മാപ്പ് എന്ന് പറഞ്ഞാൽ? True representation of the features of Earth's surface on a two-dimensional plane is called a map. ഏതൊരു പ്രദേശത്തിൻ്റെയും ചിത്രം നമുക്കൊരു പേപ്പറിൽ വരയ്ക്കാം. അങ്ങനെ ഭൂമിയുടെ സർഫേസ് ഫീച്ചേഴ്സ് വരയ്ക്കുന്നതിനെയാണ്, ചിത്രീകരിക്കുന്നതിനെയാണ് നമ്മൾ മാപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദറ്റ് മാപ്സ് വെർ ഇൻ യൂസ് ഫോർ സെഞ്ച്വറീസ്. നൂറ്റാണ്ടുകളായി മാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് ദേ വർ നോട്ട് ആസ് ആക്യുറേറ്റ് ആസ് മോഡേൺ മാപ്പ്. എന്നാൽ അതൊന്നും തന്നെ ഇന്നത്തെ മാപ്പ് പോലെ ആക്യുറേറ്റ് അല്ല എന്നതാണ് അതിൻ്റെ പോരായ്മ. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ ഫീൽഡ് വേർ മാപ്സ് ആർ യൂസ്ഡ്? ഏതെല്ലാം മേഖലകളിലാണ് മാപ്പ് ഉപയോഗിക്കുന്നത്? ലേണിംഗ് ജോഗ്രഫി, ഡിഫൻസ്, ടൂറിസം, അഡ്മിനിസ്ട്രേഷൻ, ട്രാൻസ്പോർട്ടേഷൻ. ഭൂമിശാസ്ത്ര പഠന മേഖലകൾക്ക്, പ്രതിരോധത്തിന്, ടൂറിസത്തിന്, ഭരണ സംവിധാനത്തിന്, ഗതാഗതത്തിന്, ഇതിനൊക്കെ വേണ്ടി നമ്മൾ മാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. Then after that one more question is there. Let us examine who else other than students and teachers use map. ടീച്ചേഴ്സും കുട്ടികളും അല്ലാതെ മാപ്പ് ഉപയോഗിക്കുന്ന മറ്റു വിഭാഗങ്ങളാണ് ഇൻഡസ്ട്രിയലിസ്റ്റ്, ഹിസ്റ്റോറിയൻസ്, പൈലറ്റ്സ്, ക്യാപ്റ്റൻസ് ഓഫ് ഷിപ്സ്, ദെൻ റൂളേഴ്സ്, സോൾജിയേഴ്സ്, എൻജിനീയേഴ്സ് എക്സെട്ര. എന്തിനു വേണ്ടിയാണ് ഓരോരുത്തരും മാപ്പ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ് അവർ ടോപ്പിക്, ഹിസ്റ്ററി ഓഫ് മാപ്സ്. Maps of 15th and 16th century were not accurate and hence the journey of Columbus and Magellan were long and they lost their way as well. Already we understood that. Then 15th and 16th century people prepare a lot of map but that maps are not accurate. That's why Columbus and Magellan lost their way. After that also a lot of maps are prepared. അതിനുശേഷവും ഒരുപാട് മാപ്പുകൾ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് മാപ്പിൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഓരോ മാപ്പും. ഫസ്റ്റ് മാപ്പ്, ദാറ്റ് ഈസ് മെസപ്പട്ടോമിയൻ മാപ്പ്, ക്ലേ പ്ലേറ്റ്. കളിമണ്ണിൻ്റെ ഫലകങ്ങളിലായിരുന്നു ആദ്യത്തെ മാപ്പ് മെസപ്പട്ടോമിയക്കാർ ഉണ്ടാക്കിയത്. സെക്കൻഡ്, ദാറ്റ് ഈസ് പോസിബിൾ റെൻഡറിങ് ഓഫ് അനക്സിമാൻഡേഴ്സ് വേൾഡ് മാപ്പ്. അനക്സിമാൻഡർ എന്ന വ്യക്തി ഉണ്ടാക്കിയ വേൾഡ് മാപ്പ്. തേർഡ് വൺ, വേൾഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ ഹിപ്പാർക്കസ്. ഹിപ്പാർക്കസ് ഉണ്ടാക്കിയ വേൾഡ് മാപ്പാണ്. ദെൻ ഫോർത്ത് വൺ, ദാറ്റ് ഈസ് ടോളമി പ്രിപ്പയർഡ് വേൾഡ് മാപ്പ്. ടോളമി ഉണ്ടാക്കിയിട്ടുള്ള മാപ്പാണ് നാലാമത്തെ ചിത്രമായി തന്നിട്ടുള്ളത്. ഫിഫ്ത്ത് ഫിഗർ, വേൾഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ മെർക്കാറ്റർ. സിക്സ്ത് ഫിഗർ, വേൾഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ ഒർട്ടേലിയസ്. ഓരോ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള മാപ്പാണ് നമുക്ക് തന്നിട്ടുള്ളത്. ദെൻ നമ്മൾ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് കടന്നു നോക്കാം. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദറ്റ് ദ ഹിസ്റ്ററി ഓഫ് മാപ്പ് ആർ ഓൾഡ് ആസ് ഹ്യൂമൻ സിവിലൈസേഷൻ. മനുഷ്യൻ്റെ നാഗരികതയ്ക്ക് അത്ര തന്നെ പ്രായമുണ്ട് മാപ്പിൻ്റെ ചരിത്രത്തിന്. The Mesopotamian plate prepared on baked clay plate about 5,000 years ago are considered as the oldest map. On these plate, there were specific lines and symbols that help to depict the peculiarities of even small places. അപ്പോൾ ആദ്യത്തെ മാപ്പ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് മെസപ്പട്ടോമിയൻസ് ആണ്.
Then in this region you can expect a question. Which was the oldest map? ഏറ്റവും പഴക്കം ചെന്ന മാപ്പ് ഏതാണ്? മെസപ്പൊട്ടേമിയൻ ക്ലേ പ്ലേറ്റ്. ദെൻ ചുട്ടെടുത്ത ഇഷ്ടികയുടെ മേൽ മെസപ്പൊട്ടേമിയക്കാരുണ്ടാക്കിയിട്ടുള്ള മാപ്പാണ് ഏറ്റവും പഴക്കം ചെന്ന മാപ്പായി അറിയപ്പെടുന്നത്. ഓരോ ചെറിയ പ്രദേശങ്ങളെയും സൂചിപ്പിക്കാൻ പോലും അവർ ഓരോ പ്രത്യേക സിംബലുകളും ലൈനും ഒക്കെ തന്നെ ഉപയോഗിച്ചിരുന്നു. മാപ്സ് were prepared on leather and bronze plate during the period of Greek philosopher Anaximander, who is believed to have prepared the first map. Question: Who prepared the first map? ആരാണ് ആദ്യത്തെ മാപ്പ് ഉണ്ടാക്കിയത്? നോ ഡൗട്ട് ദാറ്റ് ഈസ് ഗ്രീക്ക് ഫിലോസഫർ അനക്സിമാൻഡർ. ഗ്രീക്ക് തത്വചിന്തകനായ അനക്സിമാൻഡർ ആണ് ആദ്യത്തെ മാപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് ഉണ്ടാക്കിയത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലെതർ ആൻഡ് ബ്രോൺസ് പ്ലേറ്റ്. തുകലിൻ്റെയും വെങ്കലത്തിൻ്റെയും പ്ലേറ്റിലാണ് അനക്സിമാൻഡർ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മാപ്പ് ഉണ്ടാക്കിയത്. The invention of the Greek mathematician Eratosthenes and the contribution of astronomers like Hipparchus and Ptolemy helped more in preparing maps. The voyage by sailors and explorers like Columbus and Magellan led to the preparation of more accurate map. തൊട്ട് മുകളിൽ നമ്മൾ കണ്ടതാണ് അനക്സിമാൻഡറും അതുപോലെ തന്നെ മെർക്കാറ്ററും ഒർട്ടേലിയസും ഹിപ്പാർക്കസും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള മാപ്പ് തന്നിട്ടുണ്ട്. പ്രവർത്തന ഫലമായി നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള മാപ്പുകളുടെ നിർമ്മാണം നടത്തുക. കൊളംബസിനും മെഗല്ലനും വഴി തെറ്റിയതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കി ആക്യുറേറ്റ് ആയിട്ടുള്ള മാപ്പ് നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്. എക്സ്ട്രാ റീഡിംഗ് ടോപ്പിക് ഈസ് ദി ഫസ്റ്റ് മാപ്പ്. It is believed that the first map was prepared by Greek philosopher Anaximander. He was born in Miletus of Asia Minor in 610 BC. Mercator, who is known as the father of modern cartography, and Abraham Ortelius, who prepared an atlas by combining many maps, gave new insight into the making of modern maps. അപ്പം ആരാണ് ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി? വൺ ക്വസ്റ്റ്യൻ ഈസ് വെയിറ്റിംഗ് ഫോർ യു. ഹു വാസ് നോൺ ആസ് ദി ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി? മെർക്കാറ്റർ. എബ്രഹാം ഒർട്ടേലിയസ് പ്രിപ്പയർഡ് ദി ഫസ്റ്റ് അറ്റ്ലസ്. ആദ്യമായി അറ്റ്ലസ് ഉണ്ടാക്കിയത് എബ്രഹാം ഒർട്ടേലിയസ് ആണ്. ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഗ്രീക്ക്, റോമൻ, അറബ് ആൻഡ് ഇന്ത്യൻ ജിയോഗ്രഫേഴ്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി ആർ സിഗ്നിഫിക്കൻറ്റ്. The history of maps started with clay plates. With the advancement of technology, it has now reached the level of computer-aided map. In this fast developing world, map have also changed with the time. With the help of computers, map making has reached a stage where exact location details about a place and three-dimensional views are possible on a mouse click. നിങ്ങൾക്കറിയാം, മാപ്പ് നിർമ്മാണം ആരംഭിച്ചത് ക്ലേ പ്ലേറ്റിലായിരുന്നുവെങ്കിൽ ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെയാണ് മാപ്പ് മേക്കിംഗ് സാധ്യമാകുന്നത്. നമുക്ക് 3 ഡയമെൻഷണൽ വ്യൂ പോസിബിൾ ആണ്. ഒരു മൗസ് ക്ലിക്കിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കണ്ടെത്താൻ സാധിക്കുന്നു എന്നതാണ് ഇന്നത്തെ മാപ്പിൻ്റെ പ്രത്യേകത. The next extra reading topic, that is cartography. The term cartography was derived from the French word carte and graphie. Carte means map and graphic means drawing. Then cartography means science of map making. One who prepare map is known as cartographer. Next important topic, that is sketch and plan. Actually it is a 2-mark question. Differentiate sketch and plan. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 ചിത്രമാണ് തന്നിട്ടുള്ളത്. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. 2 pictures of the same locality are given above. What differences that can you observe? നമ്മൾ ചിത്രത്തിൽ ഫസ്റ്റ് ഫിഗറിലും സെക്കൻഡ് ഫിഗറിലും എ ലോട്ട് ഓഫ് ഡിഫറൻസസ് ആർ ദർ. ആരോ മാർക്ക് ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ ആർ ഗിവൺ ഇൻ പിക്ചർ എ. ദറ്റ് ആരോ മാർക്സ് ആർ ആബ്സെൻറ്റ് ഇൻ പിക്ചർ ബി. Picture B has scale and symbol showing the north direction while they were absent in picture A. Picture A, the detail required to reach the destination alone are given, while picture B show all the details of that map. എന്ന് വെച്ചാൽ picture A gives the sketch showing the way to Ramu's school. Ramu has marked in the sketch the way to his school to enable his friend Gobu, a student of another school, to reach his school. There are no symbol to show the direction or to measure the distance in picture A as shown in picture B. But still Ramu succeeded in guiding his friend Gobu to his school.
അപ്പോൾ ഈ കാണുന്ന പിക്ചർ ഒരു സ്കെച്ചാണ്. രാമു അവൻ്റെ സ്കൂളിലേക്കുള്ള വഴി അവൻ്റെ ഫ്രണ്ടായ ഗോപുവിന് വരച്ച് കാണിച്ചു കൊടുത്ത ചിത്രമാണ് ഇത്. വെറുതെ കയ്യിലൊരു പേപ്പർ എടുത്ത് അവൻ ഏകദേശം ഇങ്ങനെയാണ് എൻ്റെ സ്കൂളിലോട്ട് എത്തേണ്ടത് എന്ന് പറഞ്ഞിട്ട് വരച്ചു കൊടുത്തതാണ് ഒന്നാമത്തെ ഈ ഫിഗർ. എന്ന് വെച്ചാൽ ഇതാണ് ഒരു സ്കെച്ച് എന്ന് പറയുന്നത്. ഹിയർ യു ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ സ്കെച്ച്? Sketches are drawing having limited information about a place drawn from one's own memory or by observing that place. ഒരു പ്രദേശത്തെ ഒബ്സർവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തിൻ്റെ ചിത്രം ലിമിറ്റഡ് ഇൻഫർമേഷൻ വെച്ച് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ സ്കെച്ച് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ പ്ലാൻ? Plans are prepared based on exact measurement, location details, scales and direction. കൃത്യമായ ലൊക്കേഷൻ ഡീറ്റെയിൽസും കൃത്യമായ അളവും സ്കെയിലും ദിശയും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് വരയ്ക്കുന്നതാണ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഡിഫറൻഷിയേറ്റ് സ്കെച്ച് ആൻഡ് പ്ലാൻ. ഇപ്പോൾ പഠിച്ചല്ലോ നിങ്ങളെല്ലാവരും. ഈ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ ലിസ്ണിംഗ് മൈ ക്ലാസ്, മൈ ഡിയർ സ്റ്റുഡൻസ്.